എൻ കൈകളെ സമർപ്പിക്കുന്നേ. സേവയ്ക്കായി എൻ ജീവനെയും കാൽകൾ ഓടട്ടെ നിൻ പാതെ ചേരട്ടെ എൻ ചിന്ത തിരുരാജ്യവ്യാപ്തിക്കായി. കാൽകൾ ഓടട്ടെ നിൻ പാതെ ചേരട്ടെ എൻ ചിന്ത തിരുരാജ്യവ്യാപ്തിക്കായി. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി 1 സങ്കീർത്തനം 5 വാക്യം. ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിലും നിവർന്ന് നിൽക്കുകയില്ല. ദൈവത്തിൻ്റെ ന്യായവിധിയുടെ വേളയിൽ ദുഷ്ടന്മാർക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയുകയില്ല. ലോക വ്യാപാരങ്ങളുടെ പിൻപിൽ സകലത്തെ നിയന്ത്രിച്ചു പരിപാലിക്കുന്ന ഒരു ദൈവിക കരമുള്ളതുകൊണ്ട് ദുഷ്ടന് തക്ക ന്യായവിധി ഉണ്ടാകുമെന്ന് സങ്കീർത്തനക്കാരൻ ഓർമ്മിപ്പിക്കുന്നു. പാപികൾ ഭൂമിയിൽ നീതിമാന്മാരുടെ കൂടെ തന്നെയാണ് വസിക്കുന്നത്. എന്നാൽ താമസിയാതെ അവർ വേർതിരിക്കപ്പെടും. ഈ സങ്കീർത്തനത്തിൽ 3 തരം ആളുകളെ കാണിക്കുന്നു: ദുഷ്ടൻ, പാപി, പരിഹാസി. ദുഷ്ടൻ നടക്കുന്നു, പാപി നിൽക്കുന്നു, പരിഹാസി ഇരിക്കുന്നു. ദുഷ്ടൻ പാപികളോടുകൂടി നടന്ന് പരിഹാസികളോടുകൂടി ഇരുന്ന് ജീവിതം നഷ്ടമാക്കി കളയുന്നു. പ്രിയ സ്നേഹിതരെ, ദുഷ്ടൻ തൻ്റെ വഴികളെയും നീതികെട്ടവൻ തൻ്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോവയെങ്കിലേക്ക് തിരിഞ്ഞാൽ ദൈവം അവനോട് കരുണ കാണിക്കും. പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്നിലേക്ക് തിരിയുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.